നമസ്കാരം, ഞാൻ ഉമാശങ്കർ എഴുമങ്ങാട്. US മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ തിരുമറ്റക്കോട് പഞ്ചായത്തിൽ തിരുമറ്റക്കോട് GLP സ്കൂളിലാണ്. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിച്ച ഈ സ്കൂളിൻ്റെ 100ാം വാർഷികം, അതിൻ്റെ സമാപനമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിഗംഭീര പരിപാടികളോടുകൂടി രാവിലെ മുതൽ രാത്രി വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ്. വൈകുന്നേരം നമ്മുടെ മന്ത്രി MP രാജേഷ് പരിപാടിയുടെ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ കലാപരിപാടികൾ കുട്ടികളുടെ, അതേപോലെ തന്നെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെ, നാട്ടുകാരുടെയൊക്കെ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിഗംഭീരമായ സദ്യ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ള പരിപാടികളൊക്കെയായി നമ്മുടെ സ്കൂള് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാലത്തു നിന്നും വ്യത്യസ്തമായി, എന്താ പറയുക, അപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ അതിമനോഹരമായ ഒരു അന്തരീക്ഷം, ശീതീകരിച്ച പ്രീ പ്രൈമറി മുതൽ സ്കൂളിൻ്റെ ആകെ മൊത്തം എല്ലാ കാര്യങ്ങളും അതിമനോഹരമാക്കിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. നമ്മുടെ നാട്ടിലെ പുതിയ തലമുറയ്ക്ക് ഏറ്റവും സന്തോഷകരമായി അവർ ഏറ്റവും ആഗ്രഹിക്കുന്ന രീതിയിൽ ന്യൂജൻ ആയിട്ടുള്ള ഒരു സംവിധാനങ്ങളാണ് ഈ സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സ്കൂളിലെ പ്രധാന അധ്യാപകൻ നമ്മളോട് സംസാരിക്കും. സാറിൻ്റെ പേര്? എൻ്റെ പേര് അഷ്റഫ് അലി. ഓക്കെ, സ്കൂളിലെ പ്രധാന അധ്യാപകൻ. നമ്മുടെ സ്കൂളിലെ മറ്റേ അധ്യാപകർ, PTA പൂർവ്വ അധ്യാപകർ അല്ലേ, എല്ലാവരും അധ്യാപകരല്ലേ. കുട്ടികൾക്ക് ആകർഷകമായ, സ്കൂളിനെ ആകർഷകമാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് കളിക്കാനുള്ള ഇടം, അവർക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള വിവിധ സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും ആകർഷകമായ നവീനമായ ഫർണിച്ചറുകൾ ഒരുക്കിയിട്ടുണ്ട്. അതിനേക്കാളുപരി ശീതീകരിച്ച ക്ലാസ് മുറിയിലാണ് പ്രീ പ്രൈമറി കുട്ടികൾ ഇരിക്കുന്നത്. അവർക്ക് നാടകം അഭിനയിക്കാൻ, അതുപോലെ തന്നെ വിവിധ കായിക പ്രവർത്തനങ്ങൾക്ക്, അതുപോലെ എന്താണ് അവരുടേത് സ്വന്തം ഗാർഡൻ നിർമ്മിക്കാൻ, അങ്ങനെ എന്തൊക്കെയോ ഒരു കുട്ടിക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഞങ്ങൾക്ക് ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ രീതിയിലുള്ള സാമ്പത്തികം കണ്ടെത്തിയത്? മനോഹരമായ രീതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ എന്താ പറയുക, വളരെ അപൂർവം സ്കൂളുകൾക്ക് കിട്ടിയ ഒരു ഭാഗ്യമായിരിക്കും തോന്നുന്നു അല്ലേ? അപ്പൊ ഇത്രയും മനോഹരമാക്കാൻ വലിയൊരു സംഖ്യ വേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പൊ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിന്റെ ഒരു അതായത് ഇതിലിപ്പോ സർക്കാരിനെ നമുക്ക് തീർച്ചയായിട്ടും അഭിനന്ദിക്കണം ഈ കാര്യത്തിൽ, അവരുടെ കോൺട്രിബ്യൂഷൻ. ഒപ്പം തന്നെ ഇത് വളരെ മനോഹരമാക്കാൻ നമ്മുടെ നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ അധ്വാനവും സാമ്പത്തികവും ഒക്കെ ഇതിലുണ്ടായിട്ടുണ്ടാവും. അവരെ നമുക്ക് ഈ വേളയിൽ തീർച്ചയായിട്ടും ഓർക്കണം. അവരെ പറ്റി ഒന്ന് പറയാം. ഇതിൽ 2011 തുടങ്ങിയിട്ടുള്ള മാതൃക പ്രീ പ്രൈമറിയാണ് ഇതുള്ളത്. അപ്പോൾ അതിൽ അന്ന് മുതലേ ഈ സ്കൂളിലേക്ക് കൂടുതൽ കുട്ടികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ ഒരുക്കാൻ ഏറ്റവും സഹായിച്ചിട്ടുള്ളത് നമ്മുടെ SSKയുടെ വർണ്ണക്കൂടാരം ഫണ്ടാണ്. അപ്പോൾ അവരുടെ 10 ലക്ഷം രൂപയുടെ വർണ്ണക്കൂടാരം ഫണ്ട് വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ 5 ലക്ഷം രൂപയുടെ അതിൻ്റെ കൂടെ 5 ലക്ഷം രൂപയുടെ കളി ഉപകരണങ്ങൾ, അതുപോലെ ഇതിന്റെ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത്, തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ വലിയ പിന്തുണ തന്നെയാണ് കിട്ടിയത്. അതോടൊപ്പം തന്നെ ഫർണിച്ചർക്ക് വേണ്ടി നല്ലൊരു സംഖ്യ തന്നിട്ടുണ്ട്. പാർക്ക് ഒരുക്കാൻ വേണ്ടിയിട്ട്, കട്ട വിരിക്കാൻ വേണ്ടിയിട്ട്, പുൽത്തകിടി ഒരുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ഇവിടുത്തെ അടുക്കളയിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലും തിരുമറ്റക്കോട് പഞ്ചായത്ത് ഞങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മെമ്പറുടെയും അവരുടെ അംഗങ്ങളുടെയും നല്ല പിന്തുണ എല്ലാം ഇപ്പോഴും അവരുടെ ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്. നടപ്പാക്കുന്ന ഓരോ ഘട്ടത്തിലും വരുന്ന പ്രയാസങ്ങൾ തരണം ചെയ്യാൻ പ്രസിഡന്റ് നേരിട്ട് ഇടപെടുകയും അത് കൃത്യസമയത്ത് തന്നെ തീർത്തു തരാൻ വളരെ ശുഷ്കമായ, വളരെ കഠിനമായ പ്രയത്നം അവർ ഏറ്റെടുത്തതിൻ്റെ ഭാഗമാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലൊരു പ്രവർത്തനം, ഒരു പാർക്ക് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം ഇവിടുന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള അധ്യാപകരുടെ കൂട്ടായ്മ ഞങ്ങളുടെ ക്ലാസ് റൂം ശീതീകരിച്ച് തന്നിട്ടുണ്ട്. അതൊരു പക്ഷേ സബ് ജില്ലയിലോ ജില്ലയിലോ തന്നെ ആദ്യമാവാം എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ നാട്ടുകാരുടെ സഹകരണം വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. PTA-യുടെയും SSKയുടെയും സഹകരണം വളരെ നല്ല രീതിയിൽ കിട്ടുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്തരത്തിൽ മനോഹരമായ ഒരു പാർക്ക് സജ്ജീകരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. അതിനെ സഹകരിച്ച എല്ലാവരോടും ഞങ്ങൾ വളരെ കൃതജ്ഞതയോടെ ഞങ്ങൾ നന്ദി കടപ്പാടൊക്കെ അറിയിക്കുകയാണ്. ഇത്രയും നല്ലൊരു സ്കൂള് സാഹചര്യം തിരുമറ്റക്കോട് ഒരുക്കാൻ പറ്റിയത് നാട്ടുകാരുടെയും അവിടുത്തെ കുട്ടികളുടെയും ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്.
ഇത് നിലനിർത്തുക എന്നുള്ളതും കൂടുതൽ കുട്ടികളെ ഈ സ്കൂളിലേക്ക് ആകർഷിക്കുക എന്നുള്ളതുമാണ് അടുത്ത ലക്ഷ്യം. ഇതിൽ രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ ഇപ്പൊ മുൻ MLA ഈ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് അല്ലേ ഫണ്ട് ഈ ബിൽഡിംഗ് മുൻ MLA ബൽറാമിന്റെ ഫണ്ടാണ് ഈ ഫണ്ട്. ഇതിൽ 6 ക്ലാസ് മുറികളുണ്ട്. അതിൽ 2 ക്ലാസ് മുറികളാണ് ഞങ്ങൾ ഈ പ്രീ പ്രൈമറി ഒരുക്കിയിട്ടുള്ളത്. ഓക്കെ ഓക്കെ. അപ്പോൾ എന്താ പറയുക, മുമ്പത്തെ MLA ആയാലും ശരി, ഇപ്പോഴത്തെ മന്ത്രി അല്ലെങ്കിൽ MLA ആണെങ്കിലും ശരി, എല്ലാവരും ഒരേമാതിരി രാഷ്ട്രീയ ഭേദമന്യേ ഭരണകൂടത്തിന്റെ പിന്തുണ കൃത്യമായിട്ടും എല്ലാ കാലങ്ങളിലും ലഭിച്ചിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയും ഞങ്ങൾക്ക് ക്ലാസ് മുറികളുടെയും അടുക്കള, അത് നവീന രീതിയിലുള്ള അടുക്കളയും അതുപോലെ തന്നെ ഭക്ഷണശാലയൊക്കെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് ഞങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അത് ലഭിക്കണം, എന്നാലാണ് സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് വലിയ ഒരു ഉപകാരമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒരു സ്വപ്നതുല്യമായ ഒരു അന്തരീക്ഷം അല്ലേ? തീർച്ചയായും ഞങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടു. ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വലിയ സന്തോഷം. എന്താണ് പറയാനുള്ളത്? നമസ്കാരം, ഞാൻ സ്കൂളിൻ്റെ PTA പ്രസിഡന്റാണ്. സ്കൂളിന് ഒരു പാരമ്പര്യം, അതായത് തിരുമിറ്റക്കോട് ഗവൺമെൻറ് LP സ്കൂൾ എന്ന് പറഞ്ഞാൽ അത് ഒരു മികച്ച വിദ്യാഭ്യാസം നൽകിയിട്ടുള്ള സ്കൂളാണ്. നമ്മൾ തിരുമിറ്റക്കോടിനെ തന്നെ അതിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ മാത്രമല്ല ഈ നാടിൻ്റെ തന്നെ മൗത്സായം മാറ്റുന്നതിനാവശ്യമായിട്ട് ഉള്ള പൂർവ്വകാല വിദ്യാർത്ഥികൾ ഏറ്റവും ഉന്നതിയിലെത്തിയുള്ള ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മലയാള മാസ്റ്റർ സഹോദരനായിട്ടുള്ള അദ്ദേഹം ISROയുടെ സയൻറ്റിസ്റ്റായിട്ട്, അതുപോലെ തന്നെ വിശ്വനാഥ് സാറ് പ്രൊഫസറായിരുന്നു, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അങ്ങനെ നമ്മുടെ പൂർവ്വവിദ്യാർത്ഥികളൊക്കെ നല്ല ഉന്നതമായിട്ട് നമ്മുടെ പഠിച്ചു പോയിട്ടുള്ള ആളുകളാണ്. അവരോടൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ ഇതിലുണ്ടായിട്ടുമുണ്ട്. ഇപ്പോൾ പുറാമാധ്യമത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സ്മാരകം കവാടം വീട് നിർമ്മിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ച സമയത്ത് അത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള മുരളി മാരാത്തൂർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമുക്കത് സ്വന്തം ചെലവ് ഏതാണ്ട് 2 ലക്ഷം രൂപയോളം ചെലവഴിച്ച് നിർമ്മിച്ചു തരാൻ വേണ്ടി തയ്യാറായി. മാത്രമല്ല ഇത് നമുക്ക് ഒരു ഓഡിറ്റോറിയം കൂടി ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ട്. TPR ഇവിടുത്തെ പൂർവ്വ അധ്യാപകനായിട്ടുള്ള TPR തുഷാരടി മാസ്റ്റർ മകൻ ശ്രീ ദിനേശേട്ടനാണ് അത് നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്. അത് ഏതാണ്ട് ഈ സ്കൂൾ കൂട്ടുന്ന 2 മാസം കൊണ്ട് തന്നെ അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇനി ഞങ്ങൾക്ക് പ്രധാനമായിട്ടുള്ളൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു അടുക്കള, നവീകരിച്ചൊരു അടുക്കളയും ഡൈനിങ് ഹോളും അതിൻ്റെ മുകളിലൊരു 4 ക്ലാസ് റൂം ഉൾപ്പെടുന്ന ഒരു വിപുലമായ ഒരു ബിൽഡിങ്ങാണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മുടെ മന്ത്രിയും MLAയുമായിട്ടുള്ള MP രാജേഷാദിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തിയിട്ടുണ്ട്. ആ ഒരു ആവശ്യം കൂടി നിറവേറ്റി തരണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയാണ് ഈ സമയത്ത്. പ്രൈമറി ടീച്ചേഴ്സാണ് അല്ലേ? അതുപോലെ ആ രീതിയിൽ പഠിക്കാനും അവർക്ക് അറിവ് നേടാനുമുള്ള ഈ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ നല്ല ആഹ്ലാദത്തോട് കൂടിയിട്ട് സ്കൂളിലേക്ക് വരാനും അവരറിവ് പിന്നെ അതുപോലെ തന്നെ പഠന സുഖകരമാക്കുവാനും കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും കണ്ടറിഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള
സമ്മേളനത്തിന്റെ ആശംസ അറിയിക്കുന്നതിനുവേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷത വഹിക്കുന്ന തിരുവറ്റക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയ പ്രസിഡന്റ് ശ്രീമതി ടി ശോഭ, ശതാബ്ദി ആഘോഷ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട